പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. അപ്പീലിൽ സുപ്രീംകോടതി അന്തിമ തീരുമാനമെടുക്കുന്നതുവരെയാണ് ശിക്ഷ സ്റ്റേ ചെയ്തത്. വധശിക്ഷ റദ്ദാക്കുന്നതിൽ പ്രതിക്ക് അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ ഏകപ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടി പ്രൊജക്ട് 39A നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ നടപടി. അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കും വരെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത് സുപ്രീംകോടതി തടഞ്ഞത്. അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ സംസ്ഥാന സർക്കാർ 8 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ജയിലിൽ പ്രതിയുടെ പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകണം. പ്രതിയുടെ മാനസിക മാറ്റങ്ങൾ പരിശോധിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രത്യേക സമിതിയെ നിയോഗിക്കണം. സർക്കാർ അഭിഭാഷകൻ വഴി സുപ്രീംകോടതിയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാനസികാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം. പ്രതിയുമായി അഭിമുഖം നടത്താൻ നൂരിയ അൻസാരി എന്ന വ്യക്തിയെ നിയോഗിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിക്ക് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളിൽ നൂരിയ അൻസാരി അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകൻ വഴി റിപ്പോർട്ട് നൽകണം. ഇതിന് 12 ആഴ്ച സാവകാശം നൽകി. പരിഭാഷകയ്ക്ക് പ്രതിയുമായി സംസാരിക്കാൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സൗകര്യമൊരുക്കണം. സംഭാഷണത്തിൽ സ്വകാര്യത ഉറപ്പാക്കണം. അമീറുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനും നൂരിയ അൻസാരിക്ക് സുപ്രീംകോടതി അനുമതി നൽകി. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂരിലെ ക്രൂരമായ കൊലപാതകം. ഏകപ്രതി അമീറുൽ ഇസ്ലാമിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയ വധശിക്ഷ 8 വർഷങ്ങൾക്കിപ്പുറം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കണമെന്നും കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് അപ്പീലുമായി അമീറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.